കരാറുകാരൻ ബില്ല് മാറിപ്പോയി എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാതെ പണി ചെയ്യാതെ 10,21,000 രൂപയുടെ അഴിമതിയാണ് ഗ്രാമപഞ്ചായത്ത്. പക്ഷേ ഇതുവരെ ഇന്ന് ഈ നമ്മുടെ ഈ സംസ്ഥാന നിമിഷം വരെ ഇവിടെ ഒരു രൂപയുടെ പണി റോഡിൽ ആരും എടുത്തിട്ടില്ല. ഇത് ഫണ്ട് അനുവദിച്ചതാരാണ്? ജില്ലാ പഞ്ചായത്ത്? അത് ഞങ്ങൾ നടിയൂർ പഞ്ചായത്താണ് ഫണ്ട്. അതെ. അപ്പോൾ നടുവിൽ പഞ്ചായത്തിന് ഇതിന് ഇനി ഉത്തരവാദിത്വം ഇല്ലാന്നാണോ അവർ പറയുന്നത്? അവർ പറയുന്നത് ഇതിന്റെ പണി പൂർത്തീകരിച്ചു, ബില്ല് മാറി, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ആഴ്ച തന്നെ വിജിലൻസിന് പരാതി കൊടുക്കും. സ്വന്തം വീട്ടിലേക്കുള്ള റോഡിൽ പോലും ഓട്ടം വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ റോഡ് തകർന്നു കിടന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നടുവിൽ പഞ്ചായത്തിലെ കൈതള പുല്ലവനം റോഡിലാണ് ഏജനറ്റ് ന്യൂസ് ഇപ്പോഴുള്ളത്. ഇവിടെ വരാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഈ റോഡ് മലയോര മേഖലയിലെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. പക്ഷേ ഈ റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം മാത്രമല്ല, നിയമവശം പരിശോധിച്ചുകൊണ്ട് നാട്ടുകാർ കണ്ടെത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ റോഡ് വികസനത്തിന്റെ പേരിൽ തുക വകയിരുത്തി എന്ന് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നു. അതിന്റെ ബില്ല് കരാറുകാരന് കൈമാറിയെന്നും പറയുന്നു. എന്താണ് യാഥാർത്ഥ്യമെന്ന് നാട്ടുകാർ പറയും. കാരണം റോഡ് അതേപടി നിൽക്കുകയാണ്. എവിടെയും കുണ്ടും കുഴികളും നിറഞ്ഞിരിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നാട്ടുകാരും അത് സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നാട്ടുകാരും അവരുടെ പ്രതിനിധി ബെന്നി ഉൾപ്പെടെയുള്ള ആളുകളാണുള്ളത്. ബെന്നിയോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. എന്താണ് ഈ റോഡിന്റെ നിലവിലത്തെ സ്ഥിതി? അതായത് 27/3/2024 നടുവിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തിരുന്നു. 2-3 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ മണ്ഡലം പുല്ലമനം കൈതളം റോഡ്, ചെറുതേൻകല്ല് അയ്യമ്മട റോഡ്, കുടുംബക്ഷേമ ഉപകേന്ദ്രം പള്ളിക്കുന്ന് റോഡ്, ചെറുതേൻകല്ല് പള്ളിക്കുന്ന് റോഡ് എന്നീ റോഡുകൾക്ക് ടാറിങ്, റീടാറിങ്, കോൺക്രീറ്റ് പ്രവൃത്തികൾക്കായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓരോ റോഡിനും അനുവദിച്ച തുക എത്ര? ഇതിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉണ്ട് എന്നാണ് മറുപടി കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്, മണ്ഡലം പുല്ലമനം റോഡിന് പ്രോജക്റ്റ് നമ്പർ 73 മണ്ഡലം പുല്ലമനം റോഡ് റീടാറിങ് 10 ലക്ഷം രൂപ അനുവദിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് അനുവദിച്ചതായിട്ട് പറയുന്നു. രണ്ടാമത്, പ്രോജക്റ്റ് നമ്പർ 109 കൈതളം പുല്ലമനം റോഡ് റീടാറിങ് 10,21,000 രൂപ അനുവദിച്ചതായിട്ട് പറയുന്നു. ഈ അനുവദിച്ച തുക 10,21,000 രൂപ ഈ റോഡിന് അനുവദിച്ചു എന്ന് മറുപടി കിട്ടി. അവിടെ ഈ അനുവദിച്ച തുകക്ക് ഈ റോഡിൽ എന്തെങ്കിലും പണി നടന്നതായി നിങ്ങൾക്കറിയോ? ഒരു പണി ഇതുവരെ നടന്നിട്ടില്ല. അതിനകത്ത് അവർ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, കൈതളം പുല്ലമനം റോഡ് റീടാറിങ്ങിന് 10,21,000 രൂപ വകയിരുത്തിയതിൽ 2,21,000 രൂപ താൻ വർഷത്തേതും 2025-26 വർഷത്തെ വിഹിതമായി 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഈ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടത് 2024-25 സാമ്പത്തിക വർഷമാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഈ പറയുന്ന സാമ്പത്തിക വർഷം ഈ റോഡിന്റെ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് നാട്ടുകാരായി നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് ബന്ധപ്പെട്ട അധികൃതരുമായി ഇതിന്റെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ബില്ല് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കിട്ടിയതെന്ന് പറയുന്നു. എന്താണ് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്താണ് ലഭ്യമായത്? കഴിഞ്ഞ ദിവസം നാട്ടുകാരായ ഞങ്ങൾ ഈ തിങ്കളാഴ്ച പഞ്ചായത്തിൽ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോടും വാർഡ് മെമ്പറോടും ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ പുതിയ ഭരണസമിതി അംഗങ്ങളാണ്, കഴിഞ്ഞ ഭരണസമിതിയിലുള്ളവർ ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറുമായിട്ട് നേരിട്ട് സംസാരിച്ചോ, അവർ വിവരങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയറുമായിട്ട് നേരിട്ട് ഈ കാര്യം സംസാരിച്ചപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞത്, ഈ 10,21,000 രൂപയുടെ വർക്ക് ഇവിടെ ചെയ്ത് കരാറുകാരൻ ബില്ല് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രൊജക്ട് നമ്പർ 109 കൈതളം പുല്ലമനം റോഡിൻ്റെ വർക്ക് ചെയ്ത് കരാറുകാരൻ ബില്ല് പാസ്സാക്കിയെന്നാണ് എയിൽ നിന്ന് കിട്ടുന്ന വിവരം. ആ സ്ഥിതിക്ക് ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ഈ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്തിൻ്റെ വണ്ടിക്ക് അടക്കം ഇവിടെ വന്ന് പരിശോധിക്കുകയും കൈതളം പുല്ലമനം റോഡിൽ 1 കിലോമീറ്റർ 250 മീറ്റർ നീളമുള്ള കൈതളം പുല്ലമനം റോഡിൽ ഈ 2 വർഷത്തിനിടയ്ക്ക് യാതൊരു പണികളും ഇവിടെ ചെയ്തിട്ടില്ല. ഇത് എത്ര വർഷം മുമ്പ് നിർമ്മിച്ച റോഡാണ്? ഏതെങ്കിലും പ്രാവശ്യം ഇതിൻ്റെ അറ്റകുറ്റപ്പണി, നവീകരണം എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്. അതായത് ഈ കൈതളം പുല്ലമനം മണ്ഡലം റോഡ് എന്ന് പറയുന്നത് 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ്. ഈ റോഡിൻ്റെ പാർശ്വഭാഗത്താണ് ജാനകിപ്പാറ വെള്ളച്ചാട്ടവും അയ്യന്മട ഗുഹയും സ്ഥിതി ചെയ്യുന്നത്. മണ്ഡലത്തിൽ നിന്ന് വരികയാണെങ്കിൽ പാലക്കയംതട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകാനുള്ള ബൈപ്പാസ് റോഡായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഈ 2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ജാനകിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അയ്യമ്മട ഗുഹയുടെയും ടൂറിസം പ്രാധാന്യം കണക്കിലെടുത്ത് ഈ റോഡിന് അത്രയും പ്രാധാന്യമുള്ള റോഡാണിത്. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് റീടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 2024 ഫെബ്രുവരി 26 ഇവിടെ ഉള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന
നാട്ടുകാർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഈ 4 റോഡുകൾക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയത്. ഈ സമരങ്ങൾ നടത്തി, അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം പലവട്ടം നിങ്ങൾ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരെയും സമീപിച്ചു. ഈ മറുപടികൾ തരുന്നതല്ലാതെ ഇങ്ങനെ ഇപ്പോൾ പറയുന്നു എടുക്കാത്ത പണിക്ക് ബില്ല് കൈമാറി പോയി എന്ന് അധികൃതർ പറയുന്നു. അതെ. ബാക്കി നിങ്ങൾ എന്ത് തുടർ നടപടികളാണ്, ഏത് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നടത്തിയോ? എന്താണ് മനസ്സിലുള്ളത്? എന്താണ്? ഞങ്ങൾക്ക് 3 ചോദ്യങ്ങളാണ് പഞ്ചായത്തിനോട് ചോദിക്കാനുള്ളത്. ഒന്ന്, 2025-26 സാമ്പത്തിക വർഷം പണി പൂർത്തീകരിക്കാൻ വേണ്ടി റീടാറിങ്ങിന് വേണ്ടി അനുവദിച്ച 10,21,000 രൂപയുടെ വർക്ക് ഈ മാർച്ചിന് മുമ്പ് അവർ പൂർത്തീകരിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, ഈ വർക്ക് ഇവിടെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഫണ്ട് വേറെ ഏതെങ്കിലും വിഭാഗത്തിലേക്ക് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ? 3, അങ്ങനെ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത്? ഈ 3 കാര്യങ്ങൾ ഞങ്ങൾക്ക് രേഖാമൂലമായിട്ട് വിവരം കിട്ടിയേ മതിയാവൂ. ഈ തരത്തിലുള്ള ഒരു അന്വേഷണം നിങ്ങൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ അധികൃതരിലും നടത്തിയപ്പോൾ ലഭിച്ച മറുപടി എന്താണ്? അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എന്താണ്? അവർ പറയുന്നത് ഈ വർക്ക് ചെയ്തു, ആ വർക്ക് ചെയ്ത് അതിൻ്റെ ബില്ലും മാറി, കരാറുകാരൻ ബില്ലും മാറിപ്പോയി എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാതെ, പണി ചെയ്യാതെ 10,21,000 രൂപയുടെ അഴിമതിയാണ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി ചെയ്തിരിക്കുന്നത്. ഇത് വിജിലൻസിന് പരാതി കൊടുക്കും? തീർച്ചയായിട്ടും ഈ ആഴ്ച തന്നെ വിജിലൻസിന് പരാതി കൊടുക്കും. ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർ പറഞ്ഞത് കഴിഞ്ഞ ഭരണസമിതി ചെയ്ത കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്ന മാർഗങ്ങളിൽ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പൊക്കോളാനുള്ള പ്രോത്സാഹനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിശ്വസിക്കുന്നവരാണോ? തീർച്ചയായിട്ടും അതെ. അതായത് പല രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരും ആ പ്രസ്ഥാനത്തോട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരുമാണ്. എന്ന് പറഞ്ഞാൽ UDFന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്, കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് കൂടുതലും അങ്ങനെയാണ്. പഞ്ചായത്ത് ഭരിക്കുന്നതും ആ പാർട്ടി UDF ആണ്. ആ പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഞങ്ങൾ പല പ്രാവശ്യം പരാതി കൊടുക്കുകയും ഈ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം നടിയൂൽ പഞ്ചായത്ത് പറഞ്ഞത് ഇത് മണ്ഡലം പുല്ലമ്പനം റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആശയിലാണ് ഉള്ളതെന്നും അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആശയിലുള്ള റോഡിന് ഫണ്ട് അനുവദിക്കാൻ നടിയൂൽ പഞ്ചായത്തിന് സാധ്യമല്ലെന്നും നിങ്ങളുടെ പരാതി പരിഹരിക്കാൻ നിർവാഹമില്ലെന്നുള്ള മറുപടി രേഖാമൂലം തന്നിട്ടുണ്ട്. ഇതാണ്, അത് മനസ്സിലാകും. അതായത് നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിലൂടെ കടന്നു പോകുന്ന 3.5 കിലോമീറ്റർ നീളമുള്ള മണ്ഡലം പുല്ലമ്പനം കൈതളം റോഡ് പൊട്ടിപ്പൊളിഞ്ഞതായും ആയത് റീടാർ ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് ബെന്നി മുട്ടത്തിൽ പുലിക്കുരുമ്പ മുതൽ PO മുതൽ 29 പേർ ഒപ്പിട്ട് സമർപ്പിച്ച മണ്ഡലം മേലപേക്ഷ വായിച്ച് ചർച്ച ചെയ്തു. നടുവിൽ ഗ്രാമപഞ്ചായത്തിലെ മണ്ഡലം പുല്ലമ്പനം കൈതളം റോഡ് നിലവിൽ PNGSWയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ചതിനാലും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആസ്തിയിലുള്ളതും ആയതിനാൽ മേൽ അപേക്ഷ തുടർ നടപടികൾക്കായി പരിഗണിക്കുവാൻ കഴിയുന്നതല്ലെന്ന ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഈ ഒരു മറുപടിയാണ്. ഈ മറുപടിയിലും പണി പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. ഇതിനകത്തും ഇത് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയില്ലെന്നാണ് മറുപടി തന്നെ. ഇത് ഫണ്ട് അനുവദിച്ചത് ആരാണ്? ജില്ലാ പഞ്ചായത്ത്? അത് ഞങ്ങള് നടിയൂൽ പഞ്ചായത്താണ് ഫണ്ട്. നടുവിൽ പഞ്ചായത്ത്. അതെ. അപ്പൊ നടുവിൽ പഞ്ചായത്തിന് ഇതിന് ഇനി ഉത്തരവാദിത്വം ഇല്ല എന്നാണോ അവർ പറയുന്നത്? അവര് പറയുന്നത് ഇതിന്റെ പണി പൂർത്തീകരിച്ചു, ബില്ല് മാറി, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും 10,21,000 രൂപയുടെ അഴിമതിയാണ്. ഇവിടെ ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഒരു രൂപയുടെ പോലും പണി ഇവിടെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്താ തുടർ നടപടികൾ നിങ്ങൾ ആലോചിക്കുന്നത്? ഞങ്ങൾ ഒന്ന് വിജിലൻസിന് പരാതിയായിട്ട് പോകും, നിയമമാർഗം സ്വീകരിക്കും. അതിലും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിഷേധ മാർച്ച് അടക്കമുള്ള സമരമുറകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ എന്താണ് ഈ നിലവിൽ ഈ റോഡ് സംബന്ധിച്ച് നാട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായത്? എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? എന്താണ്? ഞാൻ ഈ റോഡിൻ്റെ ഒരു ഉപഭോക്താവാണ്, അതുപോലെ പുരിക്കും സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവറുമാണ്. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ റോഡിൽ ഓട്ടം വിളിച്ചാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. സ്വന്തം വീട്ടിലേക്കുള്ള റോഡിൽ പോലും ഓട്ടം വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ റോഡ് എത്രത്തോളം തകർന്നു കിടന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ധാരാളം സമരങ്ങളും അപേക്ഷകളും പഞ്ചായത്തിൽ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവർ പൈസ അനുവദിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഇവിടെ ഒരു രൂപയുടെ മണി ഈ റോഡിൽ ആരും എടുത്തിട്ടില്ല. ഈ റോഡിൽ കാര്യം വന്നിട്ടുമില്ല. പൈസ അനുവദിച്ചു എന്നുള്ളത് രേഖാമൂലമുള്ള അറിയിപ്പല്ലാണ്ട് പണിയൊന്നും നടന്നതായിട്ട് നമ്മളാരും കാണുന്നില്ല. കാരണം എല്ലാ ദിവസവും പലവട്ടം നിരന്തരം ഈ റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ ഇവിടെ ആരും പണിക്ക് വന്നതായിട്ടോ ഈ റോഡ് പണിയെടുത്തായിട്ടോ കാണുന്നില്ല. പക്ഷേ അവർ പറയുന്നത് റോഡിൻ്റെ പണി തീർന്ന് ബില്ല് മാറിപ്പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രാമീണ മേഖലയിലെ മലയോര മേഖലയിലെ ഒരു റോഡിൻ്റെ വികസനം സംബന്ധിച്ച് ഒരു
പ്രദേശത്തെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണിത്. അധികൃതർ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയിൽ ചോദിക്കുമ്പോൾ അധികൃതർ നൽകുന്ന വിശദീകരണവും മറുപടിയും ഇവിടെ ഇവരുടെ കൈവശമുണ്ട്. നിയമപരമായും അതുപോലെ തന്നെ നാട്ടുകാരുടെ കൂട്ടായ്മയുടെ പ്രതിഷേധം എന്നുള്ള നിലയിലുമെല്ലാം ഇവർ പലപ്പോഴായി രംഗത്ത് വരുന്നതുമാണ്. പക്ഷേ ഒരു നടപടി ഇതിനുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ പറയുന്നത് പോലെ എടുക്കാത്ത ചെയ്യാത്ത ജോലിക്ക് ചെയ്യാത്ത കരാറിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കാത്ത റോഡ് പ്രവൃത്തിയുടെ പേരിൽ തുക അനുവദിച്ചു എന്നുമാണ് ഈ നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യം കൂടിയാണ് എന്ന് നാട്ടുകാർ വ്യക്തമാക്കുകയാണ്. ക്യാമറാമാൻ അഫ്ലഹിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.